എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ചെയർമാനെ കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ ചെയർമാനെ പറ്റിയിട്ടുള്ള വിവരമൊക്കെ നമ്മുടെ ഗേൾ ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ഒരു പ്രസ് മീറ്റിംഗ് തന്നെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ഗ്രേസ് നിൽക്കുന്ന കാണും. അവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഗേൾ ഫ്രണ്ടിനെ എങ്ങനെ സോപ്പിടാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ കയ്യിലാണല്ലോ ഉള്ള പവേഴ്സ് എല്ലാം ഉള്ളത്. അങ്ങനെ നമ്മുടെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് അവിടെ എല്ലാവരും പറയും, ഹാങ് ഇപ്പോൾ പ്രസ് മീറ്റിങ്ങിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ആക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്യൂൻസ് ഗ്രൂപ്പിന് തന്നെയാണ് അത് അവസാനം പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റത്തുള്ളൂ. അതേസമയം തന്നെ നമുക്ക് യൂൻസ് എങ്ങനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ കുറച്ച് സീക്രട്ടായിട്ടുള്ള ഫണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകെയാണ്. അതായത് ആ ഫണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു തുകയാണ്. അവനാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവന് പുതുതായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ ഫണ്ടാണെങ്കിൽ മലേഷ്യയിലുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതവിടെ ഇല്ല എന്ന. അവനങ്ങനെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മലേഷ്യയിലോട്ട് പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹാങ്ങിനെയാണ്. അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ സെക്രട്ടറി ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരാണെങ്കിൽ പറയും, എന്തായിരുന്നാലും പ്രസ് മീറ്റിങ്ങിൽ നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് നല്ല കാര്യം തന്നെ, നിങ്ങൾ അങ്ങനെ തന്നെ പറയണമായിരുന്നു, നിങ്ങൾ സംസാരിച്ചില്ലെന്നും യാതൊരു തെറ്റുമില്ല. കൂട്ടത്തിൽ തന്നെ ആ സെക്രട്ടറി പറയും, ഇത് കണ്ടോ, ഞാൻ ഈ ഡ്രസ്സാണെങ്കിൽ EMI വാങ്ങിച്ചേക്കുന്നത്, ഞാൻ ഇതിൻ്റെ EMI അടച്ചു തീർക്കുന്നതിന് മുന്നേ നിങ്ങൾ സുഖമായിട്ട് എൻ്റെ കൂടെ വീണ്ടും ജോബിന് വേണ്ടിയിട്ട് വരണം, എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഡ്രസ്സ് ഇടാനുള്ളത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹാങ് ഭയങ്കര ഇമോഷണലാവും. അങ്ങനെ ഹാങ്ങും അവളുടെ സെക്രട്ടറിയും കൂടി പരസ്പരം കെട്ടിപ്പിടിക്കും. ഇവർക്ക് രണ്ടുപേർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂനുവും കൂടി പുറത്തിരുന്നിട്ട് നമ്മളുടെ ഹാങ് ആണെങ്കിൽ ആ പ്രസ് മീറ്റിങ്ങിൽ സംസാരിച്ചില്ലേ, അതിൻ്റെ കമൻസ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കുന്നതാണ്. അതാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വൈറലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കമൻസ് ഒക്കെ വായിക്കാനും നല്ല രസമാണ്. നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂനുവും കൂടി അതൊക്കെ വായിച്ച് ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ടിരിക്കുന്നതും അതിലേ നടന്നു പോകുന്ന പേഷ്യൻസ് എല്ലാവരും ഇവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടു പോകും. എന്താണെന്ന് വെച്ചാൽ ഇവളിപ്പോൾ ഇരിക്കുന്നത് അവളുടെ എക്സ് ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ പറയും, നോക്കിയാണ് ഇവരെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നത്, ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ അടുത്ത് സിമ്പതി ആയിരിക്കും അല്ലേ. നീ ഒരു കാര്യം ചെയ്യും, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു ലവറിനെ പോലെ ബിഹേവ് ചെയ്യും. ഉടനെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ താഴെ ഇറങ്ങിയിരുന്നിട്ട് നമ്മളുടെ ഹാങ്ങിനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അത് കാണുന്നതും ഹാങ്ങിന് പെട്ടെന്ന് അങ്ങ് ഭയങ്കര നാണക്കേട് വരും. അവൾ ഉടനെ തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. എന്നാൽ നമ്മളുടെ യൂനു ആണെങ്കിൽ ഇവളെ ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് നോക്കുന്നതെന്ന് നിർത്തത്തൊന്നുമില്ല. അവൻ അവളെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഉടനെ തന്നെ ഹാങ് ചോദിക്കും, അല്ല നീ എന്തിനാ എന്നെ ഇപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ഒരുമാതിരി വരുന്നു. ഉടനെ തന്നെ യൂനു പറയും, അതൊന്നും സാരമില്ല, ഞാൻ നിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി മുതൽ ട്രീറ്റ് ചെയ്യാൻ പോകുന്നേ എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കയ്യും പിടിച്ച് നടന്നിട്ടങ്ങ് പോവും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുവാ, തൊട്ട് മുമ്പിലായിട്ട് നമ്മുടെ യൂൻസങ് വന്ന് നിൽക്കും. അങ്ങനെ നമ്മുടെ യൂൻസങ്ങും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ഒരിടത്ത് മാറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അവിടെയാണെങ്കിൽ നമ്മളുടെ ഹാങ് പറയാൻ തുടങ്ങും, എനിക്ക് നല്ലതുപോലെ അറിയാം, ഞാൻ അന്ന് ആ പ്രസ് മീറ്റിങ്ങിൽ അങ്ങനെയൊക്കെ സംസാരിച്ചതുകൊണ്ട് നിൻ്റെ ഇമേജ് നല്ലതുപോലെ തകർന്നു കാണും. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഭയങ്കര വലിയ ഇടിവ് വന്നു കാണും എന്ന്. എങ്കിലും അതൊന്നും സാരമില്ല, ഇനിയും എന്നെ വരട്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇതേപോലെ തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് നിന്ന് നീ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഉടനെ തന്നെ യൂൻസങ് പറയും, എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു നീ എന്നെ ഇങ്ങനെ വരട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ ഇവിടെ വിളിച്ച് വരുത്തിയേക്കുന്നേ എന്ന്. എങ്കിലും നീ എന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ലതുപോലെ സന്തോഷിച്ചു. എനിക്ക് നിൻ്റെ കാര്യത്തിൽ നല്ല കെയർ ഉണ്ട് എന്നൊക്കെ പറയും. ഉടനെ തന്നെ നമ്മൾ ഹാങ് അവനെ പറഞ്ഞ് മനസ്സിലാക്കും, എനിക്കതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. നിന്നെ കാരണം തന്നെയാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെ ആയി തീർന്നത്. അതുകൊണ്ട് നിൻ്റെ ഒരു കാര്യവും കേൾക്കാനുള്ള യാതൊരു ഇൻട്രസ്റ്റും എനിക്കില്ല എന്ന് നമ്മുടെ ഹാങ് പറയും. ഉടനെ തന്നെ നമ്മളുടെ യൂൻസങ് അവളുടെ അടുത്ത് ചോദിക്കും, നിനക്ക് ഞാൻ കോളേജിൽ പഠിച്ച സമയത്തെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു വിടായിരുന്നോ, ഞാൻ നിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മളുടെ ഹാങ് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് അങ്ങനെയുള്ള യാതൊരു ഫീലിങ്സും ഇല്ല, നീ തന്നെയാണ് എൻ്റെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നടന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ നിന്നെ പോലൊരാളിനെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയും. ഉടനെ നമ്മുടെ യൂൻസങ് നോക്കും, അപ്പോൾ നിനക്ക് യൂനുവിനെ ഇഷ്ടമാണെന്നാണോ പറയുന്നത്? അവൻ നിൻ്റെ കൂടെ നിന്നിട്ട് നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചവനല്ലേ, എന്നിട്ട് നിനക്ക് എന്താ അവൻ്റെ അടുത്ത് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ? ഉടനെ നമ്മളുടെ ഹാങ് പറയും, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഡിവോഴ്സ് ആയെങ്കിലും അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അതെനിക്ക് നല്ല ഉറപ്പാണ്. അവൻ എന്നെ വിട്ടിട്ട് എവിടേക്കും പോകത്തില്ല. അതുകൊണ്ട് നീ ആ കാര്യമൊന്നും സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് നമ്മളുടെ ഹാങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഇങ്ങനെ നടന്നു വരാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ യൂനുവിനെ കാണുന്നതാണ്.
ഉടനെ തന്നെ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നീ എന്തിനാ ഇപ്പോഴും ആ ഹാങ്ങിൻ്റെ പുറകെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? നിനക്ക് എന്തുവാ വേണ്ടുന്നത്? പണമാണോ? അവൾ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ സ്വത്തൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ടാണോ നീ അവളുടെ അടുത്തുനിന്ന് മാറാണ്ട് എപ്പോഴും അവളെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുന്നത്? ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ആണെങ്കിൽ വലിയ മറുപടിയൊന്നും കൊടുക്കാൻ നിൽക്കത്തില്ല. അവനാണെങ്കിൽ ഇവനെ ഇഗ്നോർ ചെയ്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. ഉടനെ തന്നെ ഈ യൂൻസങ് ആണെങ്കിൽ നമ്മളുടെ യൂനുവിനെ പ്രൊവോക്ക് ചെയ്യുന്നത് വരെ അവൻ്റെ കയ്യിലൊക്കെ കയറി പിടിച്ചിട്ട് അവനെ പിടിച്ച് അടിക്കാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് ചോദിക്കും, സത്യം പറ, നിനക്ക് അത് തന്നെയല്ലേ വേണ്ടത് എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ യൂൻസങ്ങിനിട്ട് നല്ലൊരു ഇടി വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ ഹാങ്ങിൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും മാറിപ്പോതില്ല, ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്തോ എന്നും പറഞ്ഞിട്ട് യൂനു അവിടെ നിന്ന് നടന്നങ്ങ് പോവും. ഇവിടെയാണെങ്കിൽ നമ്മുടെ യൂൻസങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അങ്ങനെ അവസാനം ഈ അടിയൊക്കെ വാങ്ങിച്ചിട്ട് അവൻ അവൻ്റെ വീട്ടിലായിട്ട് വരും. അവിടെ വന്ന് നോക്കുമ്പോൾ എന്തുവാ, ഇവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച ഒരു ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അയാളാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെയായിട്ട് വന്നിരിക്കുകയാണ്. അയാളാണെങ്കിൽ ഇവനെ കണ്ട ഉടനെ പറയും, നിങ്ങളെ ഞാൻ എത്ര തവണ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, എന്നാൽ നിങ്ങൾ ഫോൺ പോലും എടുത്തില്ല. അവസാനം ഞാനിപ്പോൾ ജാമ്യം വാങ്ങിച്ചിട്ടാണ് ജയിലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പോൾ നിങ്ങൾ കൈമലർത്തി. ഞാനാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടത്തൊന്നുമില്ല. ഉറപ്പായിട്ടും എന്നെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ചെന്നിട്ട് പറയും, യൂൻസങ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അവസാനം നിങ്ങളുടെ ഉള്ള എല്ലാവരുടെയും വിശ്വാസം തകരും. നിങ്ങളങ്ങനെ ഈ ചെയർപേഴ്സൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറേണ്ടതായിട്ടും വരും. അതുകൊണ്ട് എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന യൂൻസങ്ങിന് നല്ല ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയാണ്. അവർ രണ്ടുപേരും നമ്മുടെ ചെയർമാൻ്റെ എല്ലാ സ്വത്ത് വിവരങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇരുന്ന് നോക്കും. അവർക്ക് അതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, അതായത് നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ സീക്രട്ട് ഫണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. അവിടെ നമ്മളുടെ യൂനു പറയും, ഇതിനെ പറ്റിയിട്ടുള്ള വിവരം ആ യൂൻസങ്ങിനും കിട്ടിയിട്ടുണ്ടായിരിക്കും, അവൻ ഉറപ്പായിട്ടും അതിൻ്റെ പുറകെ ആയിരിക്കും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അതിനെപ്പറ്റി കണ്ടുപിടിക്കണം. അപ്പം നമ്മളുടെ ഹാങ്ങും അവനെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർക്ക് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ക്യൂൻസ് ഗ്രൂപ്പിൽ പണ്ട് തൊട്ടേ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവരെ എല്ലാം പോയി കണ്ടായിരുന്നു. അവരുടെ എല്ലാം ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസും ചോദിച്ചു. അവർക്ക് സത്യം പറഞ്ഞാൽ യൂൻസങ് ആണെങ്കിൽ ഇപ്പോൾ ഈ കമ്പനി ഏറ്റെടുത്തത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ റിസൈൻ ചെയ്ത് വീട്ടിലായിട്ടിരിക്കുന്നത്. ഞാൻ അവരെ എല്ലാം മീറ്റ് ചെയ്തായിരുന്നു. നീ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ കമ്പനി പഴയ നിലയ്ക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നില്ലേ ക്യൂൻസ് ഗ്രൂപ്പ് വലിയ നിലയിലാവണോ എന്ന്? നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളുടെ യൂനു പറയും. ഇത് കേൾക്കുന്നേയും ഹാങ്ങിന് ഭയങ്കര സന്തോഷമാവും. അവൾ അവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഓഫീസിലായിട്ട് വന്നേക്കുമായിരുന്നു. അവിടെ ഒരു മീറ്റിംഗ് എന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂനുവിൻ്റെ പേരിൽ ഇപ്പോൾ കുറേ കേസും കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ, അതായത് അവൻ്റെ ഓഫീസിൽ നിന്ന് അവനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ ഒരു സംഭവമാണ് നടക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാർ വന്നിരുന്നിട്ട് നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് പറയും, നിങ്ങളെ ഞങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ പോവാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുത്തെ VIP കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്തു, അതിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ നിന്ന് മാറ്റുന്നത് എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ. അവനാണെങ്കിൽ അവിടെ ചോദിക്കും, ഞാൻ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിൻ്റെ പേരിൽ എന്തിനാണ് എന്നെ പുറത്താക്കുന്നത് എന്ന്. ഉടനെ തന്നെ അവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും ഇവൻ്റെ മുമ്പിലായിട്ട് സബ്മിറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ യൂനുവിൻ്റെ ആ 3 ലോയർ ഫ്രണ്ട്സില്ലേ, അവർ കയറി വരും. എന്നിട്ട് അവരാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, അല്ല നിങ്ങൾ എന്തിൻ്റെ ബേസിസിലാണ് യൂനുവിനെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നത്? നിങ്ങളിപ്പോൾ ആരോപിക്കുന്നത് തന്നെ യൂനു ആണെങ്കിൽ VIP കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം വേറെ കമ്പനിക്കാർക്ക് ഷെയർ ചെയ്തു എന്നല്ലേ. എന്നാൽ ഇതിനകത്ത് എത്രമാത്രം സത്യമുണ്ട്? എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് എപ്പോഴും ഒരേപോലെ തന്നെ സൈൻ ചെയ്യാൻ പറ്റുമെന്ന്. എന്നാൽ നിങ്ങളിപ്പോൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന ആ 3 ഡോക്യുമെൻറ്റിലും സെയിം ഒരേപോലെ തന്നെയാണ് സിഗ്നേച്ചർ. അതിൻ്റെ അർത്ഥം ആരോ നമ്മുടെ യൂനുവിൻ്റെ സിഗ്നേച്ചർ പഠിച്ചിട്ട് മനഃപൂർവ്വം ഇട്ടതുപോലെയാണ്. ഞാനാണെങ്കിൽ ഇതിനെ കോർട്ട് പരമായിട്ട് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോർട്ടിൽ ഇത് പ്രൂവ് ചെയ്യും ഇത് യൂനു ഇട്ട സിഗ്നേച്ചർ അല്ല എന്ന്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫേക്ക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവസാനം പ്രശ്നം വരാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങളിതൊക്കെ ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. എനിക്ക് തോന്നുന്നില്ല യൂനു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. നിങ്ങൾ ഈ പറയുന്ന സമയത്ത് യൂനുവിന് അവൻ്റെ ആ ഒരു ആക്സസ് കാർഡും കാര്യങ്ങളും ഒന്നും തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനെ എല്ലാത്തിനും ബ്ലോക്കാക്കി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പണികളൊക്കെ ചെയ്തത് അവനാവാൻ ഒട്ടും ചാൻസ് ഇല്ല. അതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ഇതൊക്കെ കേൾക്കുന്നതും അവനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ലായിരുന്നു. അവരെല്ലാവരും നമ്മുടെ യൂനു തെറ്റുകാരനല്ല എന്ന് സമ്മതിച്ചു തരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂൻസങ്ങും അവൻ്റെ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ നടന്നു വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂനുവും അവൻ്റെ ലോയർ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ തിരിച്ച് നടന്നു പോകും. യൂനു ആണെങ്കിൽ അവിടെ യൂൻസങ്ങിനെ കാണുന്നതും വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അവൻ മൈൻഡ് പോലും ആക്കാണ്ട് അവനെ പാസ് ചെയ്തങ്ങ് പോവും. ഇത് കാണുന്നതും യൂൻസങ്ങിന് അങ്ങ് ഒരുമാതിരിയാവും. അവൻ ഉടനെ തന്നെ റൂമിൽ ചെന്നിട്ട് ആ കോൺട്രാക്ടറിനെ കോൾ ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. യൂൻസങ് ആണെങ്കിൽ ആ കോൺട്രാക്ടറിൻ്റെ അടുത്ത് പറയുന്നത് തന്നെ യൂനുവിൻ്റെ
പേരിൽ കുറച്ച് തെളിവുകളും കാര്യങ്ങളും വേണം. നീ അതെനിക്ക് സംഘടിപ്പിച്ച് തന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ നീ എന്നെ സഹായിക്കുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനും നിന്നെ സഹായിക്കാൻ റെഡിയാണ്. നിനക്ക് വേണ്ടത്ര പണം തരാനും ഞാൻ റെഡിയാണ് എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നതും ആ കോൺട്രാക്ടറിൻ്റെ കണ്ണങ്ങ് മഞ്ഞളിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനുവിനെ. അവനാണെങ്കിൽ പുറത്ത് വന്നിരുന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമായിരുന്നു. അവനവിടെ പറയും, അതായത് ആ സീക്രട്ട് ഫണ്ടിനെ പറ്റി ഞാനിപ്പോൾ കുറേ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, അതിനെ പറ്റിയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവന് യൂൻസങ്ങിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് ഡോക്യുമെൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂനുവിനെ സഹായിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ ഹാങ്ങിൻ്റെ ആ സെക്രട്ടറി തന്നെയാണ്. അവരാണ് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പം യൂനു ആണെങ്കിൽ എന്തോ ഒരു വലിയ കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.